ഈ കത്ത് സാറാമ്മ വായിച്ചിട്ട് കീഴിക്കളയും. ഇപ്പം മറുപടി എന്താവും? അവരുടെ സ്വഭാവത്തിനാണെങ്കിൽ വായിച്ച് പരിഹസിക്കാനാണ് സാധ്യത. ഞാൻ കണ്ടേ കാലത്ത് വന്ന് പമ്മ നിൽക്കുന്നത്. ബാങ്കിൽ കാക്കമാർക്ക് ഇന്ന് ജോലി ഉണ്ടായിരുന്നിരിക്കണം. എത്ര നേരമായിട്ട് ഞാൻ നോക്കുന്നു, ഇനി കമ്പനി അറ്റത്ത് കൊടുക്കുന്നില്ല. ഒരു കള്ളത്താപ്പൽ ഉണ്ടാക്കുന്നില്ല. അല്ല സാറമ്മേ, എന്താ കമ്പനി കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞില്ലേ, താഴത്ത് വന്ന് പമ്മ എന്തൊക്കെയാണ് വിചാരിച്ചത്? എന്തൊക്കെയാ വിചാരിച്ചത്? ഞാൻ കായി കൊണ്ടുവന്നാണ് മാസിക. അത് ജനലിൽ കൂടെ അടച്ചേക്കിടുന്നത് ഞാൻ കണ്ടു. പകല് മുഴുവൻ വെറുതെ ഇരുന്ന്, ജോലിയൊന്നുമില്ലല്ലോ, വെറുതെ ഇരുന്നിരുന്ന് മുഷിഞ്ഞു. എനിക്ക് പിന്നെ സാറമ്മയ്ക്ക് പതുക്കെ എന്നെ സ്നേഹിച്ചു. വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ. സാറേ, വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് ചിറ്റപ്പയായിട്ട് വഴക്കൊന്നുണ്ടാക്കിയില്ലേ? അപ്പച്ചന് ചിറ്റമ്മയെ കൂടെ എന്നോട് ഈ വാടക ചോദിക്കുന്നത് എപ്പോഴാണെന്നാണ്. അത് തന്നെയായി. പിന്നെ ഞാൻ താമസിക്കുന്ന മുറി കൂടി വാടകയ്ക്ക് കൊടുത്തിട്ട് സാറാമ്മ എൻ്റെ കൂടെ എൻ്റെ മുറിയിൽ. അതൊന്നുമല്ല, സാറാമിയെ അടുക്കളപ്പുറത്തെങ്ങാനും മാറ്റി പ്രതിഷ്ഠിച്ചാലോ എന്നാണ് ചിറ്റമ്മയ്ക്ക്. അപ്പച്ചന് ചിറ്റമ്മ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ? ഈ അപ്പച്ചൻ ചിറ്റമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു സ്വഭാവം? അന്നൊക്കെ അപ്പച്ചനായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ആണുങ്ങൾ തലക്കിടത്ത് നിലാവെളിച്ചമാണ്. ഈ വീടിന്റെ കടം നിൽക്കാൻ ആണ് ചിറ്റമ്മയുടെ സ്ത്രീധനമൊക്കെ ഉപയോഗിച്ചത്. എനിക്ക് ഈ വീടിന്റെ മേൽ ഒരു അവകാശവുമില്ല. ഒരുപാട് ആരിച്ച് കൈക്കൂലി കൊടുക്കണം. സാറാമ്മയുടെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് സാറാമ്മയ്ക്ക് ഒരു ജോലി ആവശ്യമാണ്. ജോലി ചെയ്യുന്ന ബാങ്കിൽ വലിയ ഒഴിവുണ്ടോ? ചോട്ട ബാങ്ക്. വേറെ വല്ലയിടത്തും ഒഴിവുണ്ടോ? ഒഴിവുണ്ട്. എവിടെ? പറയാം. എപ്പോ പറയും? നാളെ പറയാം. നാളെ തന്നെ പറയുമോ? നാളെ പറയാം. ഉറപ്പായിട്ട് കിട്ടുമോ? തീർച്ചയായും. എനിക്ക് അല്പം സമാധാനമായി. എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ. മറ്റേ സംഗതി മാർക്കരുത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ല. മുറിയിൽ നിന്ന് വല്ലതും കളവ് പോയിട്ടുണ്ടോ? പരിശോധിച്ചില്ല. എങ്കിൽ പരിശോധിക്കൂ. സാറാണേ, എൻ്റെ ജോലിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. ആ ജോലി സാറാമ്മയ്ക്ക് രസിക്കുകയില്ല. രസിക്കും. എന്തുമാത്രം കഷ്ടപ്പാടാണെന്ന് അറിയാമോ എനിക്ക്? ഞാനിവിടെ എല്ലാവർക്കും ഒരു പാഠമാണ്. എനിക്കൊരു ജോലി അത്യാവശ്യമാണ്. എനിക്ക് ജീവിതം മടുത്തു. സാറാമ്മയ്ക്ക് അടുക്കളപ്പണി അറിയാമോ? എന്തിനാ ചോദിച്ചതാ. എന്നാൽ എനിക്കറിയാം. അരി കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ അറിയാം. കാപ്പി പലഹാരം ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ നാഴി അരി കൊണ്ടു തന്ന സാറാമ്മയ്ക്ക് അത് വെച്ച് വിളമ്പി എന്നെ അരിവെപ്പുകാരായിട്ട് നിർത്താനാണോ? അതൊന്നുമല്ല. ഈ പഠിച്ച പെണ്ണുങ്ങൾക്ക് അടുക്കള വിദ്യാഭ്യാസം തീരെ കാണുകയില്ല. കരിയും പുകയും പറ്റിയിട്ട് അങ്ങനെയുള്ള ദേഹമല്ലല്ലോ അവരുടെ. അതുപോലെ അവരുടെ വസ്ത്രങ്ങളും. അവർക്ക് ഉടുത്തൊരുങ്ങി നടക്കാനും മുഖത്ത് നിറയെ ചായ തേക്കാനും ചുണ്ട് ചുമപ്പിക്കാനും പിന്നെ മുടി ഒരു 165 തരത്തിൽ കെട്ടാനും അറിയാം. കണ്ണാടിയുടെ മുമ്പിൽ അഖണ്ഡ സംസാരിക്കാനും അറിയാം. എന്നിട്ട് ഉടുത്തൊരുങ്ങിയിട്ട് ഒരു ദുങ്കുട് സഞ്ചിയുമായി ഈ ഹാൻഡ് ബാഗ്. അല്ല സാറാമ്മ, സാറാമ്മ അങ്ങനെ ദുങ്കുട് സഞ്ചിയുമായി നടക്കുന്ന ഒരു ലേഡിയാണ്. ഞാൻ പെരുമാനിയുമില്ല, എനിക്ക് ദുങ്കുട് സഞ്ചിയുമില്ല. എന്നാലും സാറാമ്മ, ആ ദുങ്കുട് സഞ്ചിയിൽ എന്തൊക്കെ കാണും? ഒരു നുണങ്ങ് കണ്ണാടി, ഒരു നുണങ്ങ് ചീപ്പ്, ഒരു നുണങ്ങ് പൗഡർ. അപ്പോ അതില് പ്രേമലേഖനങ്ങളൊന്നും കാണും? പ്രേമലേഖനങ്ങൾ അവർക്ക് ദിവസവും 6 മണിക്കൂർ
അതെ, ഉണർച്ചയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറെ, സാറാമ്മയ്ക്ക് ആ ജോലി രസിക്കും. പിന്നീട് ദുഃഖിക്കേണ്ടി വന്നാലോ ഈ തീരുമാനത്തിൽ? എന്ത് ദുഃഖവും ത്യാഗവും ഞാൻ സഹിച്ചുകൊള്ളാം. കേശവൻ നായർ അറിയാമോ? കേശവൻ നായർ ഇവിടെ താമസത്തിന് വരുന്നതിന് മുമ്പ് 3 വിവാഹാലോചനകൾ എനിക്ക് വന്നതാണ്. എല്ലാം മുടങ്ങിപ്പോയി സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിന്. എൻ്റെ കുറ്റം കൊണ്ടാണെന്നാണ് അപ്പച്ചനും ചിറ്റമ്മയും പറയുന്നത്. ഈ നാട്ടിൽ മഴ പെയ്തില്ലെങ്കിലും എനിക്കാണ് കുറ്റം. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ എവിടെയെല്ലാം ശ്രമിച്ചോന്ന് അറിയാമോ? സാറാമ്മ, ഈ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ, അതോ, പെണ്ണിനെ നോക്കാൻ ആണിന് കൊടുക്കുന്ന കൈകൂലി. ഞാൻ തന്നെ സാറാമ്മേ, ഈ സ്ത്രീധന ഏർപ്പാട് ഇല്ലായിരുന്നുവെങ്കിൽ? സ്ത്രീധന ഏർപ്പാട് ഉണ്ടല്ലോ, അതൊരു ജാതി മര്യാദയാണല്ലോ. സ്ത്രീധന ഏർപ്പാടിനെ ഞാൻ സ്നേഹിക്കുന്നു. സ്ത്രീധനം എന്താണെന്ന് അറിയാമോ അതിന്? ഞാൻ പറഞ്ഞത് അറിയത്തില്ലേ? ഒരാൾ പെണ്ണെ കെട്ടിക്കൊണ്ട് പോകുന്നതെന്ന് ഇരിക്കട്ടെ. ഞാൻ തന്നെ ആ പെണ്ണെ എന്നെ കെട്ടിക്കൊണ്ട് പോകുമെന്ന് വെച്ചോ, എൻ്റെ ഉടുപ്പ് പൊളിക്കും, തേനും കെട്ടിനും ഇതിൻ്റെ ചാവടീന്ദ്രത്തിനും കാശ് വേണ്ടേ? അത് ഞാൻ മുൻകറായി കൊടുക്കുന്നതിനാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. സാറാമ്മേ, ഈ സ്ത്രീധനം കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർ, സ്ത്രീധനം വേണ്ടാത്ത ഇതര സമുദായക്കാരെ വിവാഹം ചെയ്താലോ? കൊള്ളാമല്ലോ, നല്ല പുതുമ. ഈ നായര് ക്രിസ്ത്യാനി ഇടയ്ക്ക് ചോദിച്ചോട്ടെ, എൻ്റെ ജോലിക്കാരും പറഞ്ഞില്ലല്ലോ. സാറാമ്മയ്ക്ക് അത് രസിക്കുകയില്ല. ഞാൻ പറഞ്ഞില്ലേ, രസിക്കും. സാറാമ്മ അത് സാറാമ്മയെ ഞാൻ ഗാഢമായി സ്നേഹിക്കുന്ന പോലെ തന്നെ സാറാമ്മ എന്നെയും ഗാഢമായി സ്നേഹിക്കുക എന്നതാണ് ഞാൻ കണ്ടുവച്ച ജോലി. സാറാമ്മ ഞാൻ എന്നേക്കാൾ, എൻ്റെ ഹൃദയത്തേക്കാൾ, എൻ്റെ ജീവനേക്കാൾ, എൻ്റെ നാടിനേക്കാൾ, എൻ്റെ സാറാമ്മയ്ക്ക് ജോലി ഇഷ്ടപ്പെട്ടോ? ആ, ജോലി തരക്കേടില്ല. എന്ത് ശമ്പളം തരും? ശമ്പളം വഴക്കിനാണല്ലേ? യുദ്ധം, ധീര യോദ്ധാക്കളുടെ ചുടുനിണമാണ് ഈ സിരകളിൽ ഒഴുകുന്നത്. യുദ്ധമെങ്കിൽ യുദ്ധം, പൊരുതുക തന്നെ ചെയ്യും. വിജയം വരെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ശമ്പളം എന്ത് തരും? തന്നെ നിശ്ചയിക്കും. ഇല്ല, പറഞ്ഞാൽ മതി. 20 രൂപ. അത് വളരെ കുറവ്. സാറാമ്മ, ദമ്പടി കൂട്ടി തരാൻ നിവർത്തിയില്ല. 9 മണിക്കൂർ വീതം 30 ദിവസം ഞാൻ ജോലി എടുക്കുന്ന തുക സാറാമ്മയുടെ അച്ഛന് മുറി വാടകയ്ക്ക്, ഹോട്ടലുകാരുടെ സാപ്പാടിന്, ധോബിക്ക് തുണി ഇറക്കാനും കൊടുക്കാൻ മാത്രമേ തികയുള്ളൂ. അതിൽ നിന്ന് ഞാൻ പിടിച്ചു വെക്കുന്ന ഒരു ചെറിയ തുകയാണ് ഞാൻ സാറാമ്മയ്ക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. സാറാമ്മയ്ക്കാണെങ്കിലോ ചുമ്മാ ഇരുന്നും നടന്നും കിടന്നും എന്നെ ഇന്ന് പ്രണയിച്ചെടുത്തു. ജോലി വളരെ കഠിനമാണ്. താങ്കൾക്ക് ആകെ 9 മണിക്കൂറേ ജോലിയുള്ളൂ. 24 മണിക്കൂറും 15 മണിക്കൂറും തന്നെ വിശ്രമമല്ലേ? എൻ്റെ കാര്യം അങ്ങനെയാണോ? ഒരു നിമിഷം പോലും വിശ്രമമില്ല. കേശവൻ നായരുടെ ഊണിനും ഉറക്കത്തിനും ഒക്കെ ഓർക്കണം. കേശവൻ നായർ കഴിയുമ്പോൾ കഴിയണം, ചിരിക്കുമ്പോൾ ചിരിക്കണം, ഉണ്ണുമ്പോൾ ഉണ്ണാതിരിക്കണം, ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരുന്നും പ്രേമിക്കണം. അതെ, ഈ ജോലി സ്ഥിരമോ ടെമ്പർ വയ്ക്കുമോ? ഒരു സ്ഥിരം ശാശ്വതം. നല്ലത്. അപ്പോ ഈ ബഹുമാനപ്പെട്ട കേശവൻ നായർ ജിമ്മായാലും എനിക്ക് ജോലി ഉണ്ടല്ലോ. ഉണ്ട്. ജിമ്മാകുക എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായോ? ഞാൻ മരിച്ചാലും സാറാമ്മ എന്നെ മധുരസുന്ദരമായി എന്ന് പ്രിയമിക്കണം. ഇപ്പോൾ ഒരു സംശയം, ഈ ജോലി അങ്ങനെ കുഴപ്പമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആര് ശമ്പളം തരും? തലയ്ക്കകത്ത് നിലാവെളിച്ചമാണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സാറാമ്മ എന്നെ പരിഹസിക്കണം. ഒരിക്കലുമല്ല. കാര്യം പറയുന്നത് പരിഹാസമാണോ? സ്ത്രീകളുടെ തലകൊട്ടി തുറന്നാലും തലച്ചോറ് അവിടെ കാണാനാണ്. സ്ത്രീകളുടെ തലയ്ക്കകത്ത് വെറും നിലാവെളിച്ചമല്ലേ ഉള്ളൂ. സാറാമ്മയുടെ അത്രയും ബുദ്ധിയും സൗന്ദര്യവും ഞാൻ ഇപ്പൊ എന്നെയാണ് പരിഹസിക്കുന്നത്. എന്റെ പ്രാണനാഥെ ഞാൻ പരിഹസിക്കുമോ? എന്റെ ഹൃദയശരിയെ ഞാൻ പരിഹസിക്കുമോ? ഞാൻ എന്റെ നിർത്തണേ, ഞാൻ പ്രാണനാഥയാണോ? പ്രാണനാഥയാണ്. എന്ന് മുതൽ
പണ്ട് മുതൽ നിനക്ക് എന്താ ഈ വിശേഷം ഇതുവരെ പറയാതിരുന്നത്? ഞാൻ എല്ലാ ദിവസവും എടുക്കും. എന്നിട്ട് കീഴ്ക്കളയും. ഓ അങ്ങനെയാണല്ലേ? അപ്പോൾ വളരെ നാളായി ഞാൻ പ്രാണനാഥയാണ്. അത് അപ്പോൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ചെയ്യും. ആരെങ്കിലും കൊല്ലണോ? കൊല്ല. സമുദ്രങ്ങൾ നീതി കടക്കണോ? അതും ചെയ്യും. പർവ്വതങ്ങൾ അമ്മാനമാണോ? സാറാമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും മരിക്കാനും ഞാൻ തയ്യാറാണ്. മരിക്കുമൊന്നും വേണ്ട തൽക്കാലം. അങ്ങനെയാണെങ്കിൽ തലവ് തിരിക്കും. കാണട്ടെ. ശീർഷാസനം മതി. അതോ മയൂരാസനം കൂടി വേണം? അപ്പോൾ തൽക്കാലം ശീർഷാസനം. ഓക്കെ റൈറ്റ്. സാറാമ്മേ, എന്റെ പ്രേമജോലി സ്വീകരിച്ചുവോ? മധുരസുന്ദരമായ പ്രേമജോലി സ്വീകരിച്ചുവോ? മധുരസുന്ദരമായി നാളെ പറയാം. സാറാമ്മ മധുരസുന്ദരമായ പ്രേമജോലി സ്വീകരിച്ചു. മധുരസുന്ദരമായി നാളെ പറയാം. ജോലി സ്വീകരിച്ചു. നാളെ പറയാം. സാറാമ്മ, ഞാൻ മധുരസുന്ദരമായി ആത്മഹത്യ ചെയ്യാൻ പോകും. വളരെ നല്ല കാര്യം. മധുരസുന്ദരമായി ആത്മഹത്യ ചെയ്ത പ്രേമ താപസൻ. അല്ല, എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? ആ ഞാൻ പറഞ്ഞേക്കാം. റെയിൽ പാളത്തിൽ പോയി തല വെച്ച് മരിക്കാം. ഒന്നും ചെയ്യും. അല്ലെങ്കിൽ ഒരു പൂമരത്തിന് കെട്ടിത്തുന്നിട്ട്. ഇതിൽ ഏതാണ് സ്വീകരിക്കാൻ പോകുന്നത്? ഞാനൊരു വഴി കണ്ടുപിടിച്ചു. ഞാൻ ഇവിടെ തന്നെ ഒന്നും കെട്ടിത്തുന്നിച്ചാകാൻ തീരുമാനിച്ചു. കൂടെ കാലിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കും, എന്റെ ലോകമേ, എന്റെ മരണവും ക്രൂരഹൃദയമുള്ള സാറാമ്മയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ കൊടുത്ത പ്രേമലേഖനം അവൾ ചുരുട്ടിയെഴുതും. എന്റെ ലോകമേ, ക്രൂരഹൃദയായ സാറാമ്മയും എന്റെ ഹൃദയം തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് സാറാമ്മയ്ക്ക് വേണ്ടി ചത്ത കേശവൻ നായർ ഒപ്പ്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. പ്രേമലേഖനം ഞാൻ എടുത്തോണ്ട് പോയി ഉമിക്കരി പൊടിഞ്ഞു. എന്റെ ഹൃദയത്തിൽ എഴുതിയ പ്രേമലേഖനത്തിലോ? അതെ. വെരി ഫൂൾസ്. കഠിന ഹൃദയങ്ങൾ. അങ്ങനെ ഒരു മാസമായി ശമ്പളം ചോദിക്കണം. എന്റെ ശമ്പളം എവിടെ? ശമ്പളമോ? എന്തിന്റെ ശമ്പളം? ഓഹോ, അപ്പൊ ഇങ്ങനെയായല്ലേ? ഞാനിത് കേൾക്കട്ടോളാം. ഒരു മാസമായിട്ട് പ്രേമജോലി സ്വീകരിച്ച് നടക്കുന്ന എന്നോടാണോ ഇത് ചോദിക്കുന്നത്? വെറുതെ എല്ലാം പുറകച്ചാൻ പറയുന്നത് സ്ത്രീകളുടെ തലയ്ക്കകത്ത് നിലാവെളിച്ചമാണ്. ശമ്പളം തരത്തില്ലേ? പോ. 20 രൂപയല്ലേ ഉള്ളൂ, തരൂ. പ്രേമലേഖനമാണ്. എനിക്ക് പോകാൻ പറ്റില്ല. കളറൊന്നും അല്ലല്ലോ അല്ലേ? ആ ഇത്തവണ ക്ഷമിച്ചിരിക്കുന്നു. അടുത്ത മാസം മുതൽ കൃത്യം 1-ാം തീയതി എനിക്ക് ശമ്പളം കിട്ടിയിരിക്കണം. അങ്ങനെ 5 മാസമായിട്ട് എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ഇപ്പൊ കേശവൻ നായർക്ക് വിദേശത്ത് വലിയ ജോലി കിട്ടിയിരിക്കുന്നു. അപ്പോ എനിക്കും ഇനി ശമ്പളം കൂട്ടി കിട്ടിയായിരിക്കും അല്ലേ? അവിടെ എങ്ങനെ പോകുന്നത്? 10 ദിവസത്തിനുള്ളിൽ അവിടെ ചെന്ന് ചാർജ് എടുക്കണം. മറ്റന്നാൾ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബാങ്കിലെ ജോലിയും ഞാൻ രാജിവെച്ചു. അപ്പൊ പോകാൻ തന്നെ തീരുമാനിച്ചു? അതെ. ഞാൻ പറഞ്ഞാൽ പോകാതിരിക്കുമോ? ഞാനിപ്പോഴും പ്രേമഭാജനമാണോ? അതെ.
എന്താണ്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറഞ്ഞോളൂ. സാറാമയും കൂടെ എന്റെ കൂടെ വരണം. എനിക്ക് അവിടെ പോയി ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ. അതെന്താ ഭയമാണോ? ഒറ്റയ്ക്ക് പോയി പേടിയാണോ? സാറാമയെ ഞാൻ സ്നേഹിക്കുന്ന പോലെ. സാറാമ്മയെ സ്നേഹി 1,09,000 തവണ പറഞ്ഞു കഴിഞ്ഞു. അതെ, ഈ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഈ സ്നേഹവും പ്രേമവും എന്നൊക്കെ പറഞ്ഞാൽ, സ്നേഹവും പ്രേമവും എന്നൊക്കെ പറഞ്ഞാൽ നിലാവെളിച്ചമാണ്. മധുര സുന്ദര സുരഭിലമായ നിലാവെളിച്ചം. മധുര സുന്ദര സുരഭിലമായ നിലാവെളിച്ചം ഈ സ്ത്രീകളുടെ തലക്കകത്തൊക്കെ ഉണ്ടെന്ന് പറയുന്ന സ്ത്രീകളുടെ തലയിൽ മധുരസുന്ദരമായ നിലാവെളിച്ചമൊന്നുമല്ല, വെറും ഒഴുക്കൻ നിലാവെളിച്ചമാണ്. സന്തോഷം. സാറാമയെ ഞാൻ വിവാഹം ചെയ്യും. എന്നിട്ട് സാറാമ എന്റെ കൂടെ വരണം. നമ്മൾ 2 മതക്കാരല്ലേ? അത് നമുക്കൊരു കാര്യം ചെയ്യാം, രജിസ്റ്റർ വിവാഹം ചെയ്യാം. സ്ത്രീധനമൊന്നും വേണ്ടി? സാറാമ തന്നെ സ്ത്രീധനം എന്റെ. നമ്മൾ 2 മതക്കാരല്ലേ? അപ്പൊ പലവിധ കുഴപ്പങ്ങളും ഞാൻ കാണുന്നു. ഒരാൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒരാൾ പള്ളിയിൽ പോകും. നമുക്കിടയിൽ സമൂഹമുണ്ട്, അതറിയുമോ? അതൊക്കെയുണ്ട്. നമ്മൾ രണ്ടുപേരും വളരെയധികം കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്. സാറാമയ്ക്കാണെങ്കിൽ സാറാമയുടെ അപ്പച്ചനും ചിറ്റമ്മയും ഒക്കെ സാറാമയെ ക്രൂരമായി ഉപദ്രവിച്ചവരല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്കിടയിൽ മതിലുകൾ ഉണ്ടാവാൻ പറയും. നമ്മൾ സ്നേഹം, കരുണ എന്നിവ കാണിക്കണം. തിരിഞ്ഞു തിരിഞ്ഞു വേറെ സംശയങ്ങളുണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ പറയൂ. ഈ സ്കാഷ്മെന്ന് അതൊക്കെ ശരിയാക്കാം. പറയാൻ നാണം തോന്നുന്നു. നാണത്തോടെ കൂടി പറയൂ. അതെ, നമുക്ക് കുട്ടികളുണ്ടായിരിക്കും. അവരേത് ജാതിയായിരിക്കും? എനിക്ക് കുട്ടികളെ ഹിന്ദു മതത്തിൽ വളർത്താൻ താല്പര്യമില്ല. പിന്നെ എൻ്റെ ഭർത്താവിന് ക്രിസ്ത്യൻ മതത്തിൽ വളർത്താനും താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കുട്ടികൾ 2 മതത്തിലും വിശ്വസിക്കാം. അവർ നിർമ്മതരായി വളരട്ടെ. അപ്പോൾ അവർക്ക് പ്രായമായി പക്വത എത്തുമ്പോൾ അവർ തീരുമാനം എടുക്കട്ടെ. അപ്പോൾ ഒരു തമ്മിക്കുട്ടൻ നമുക്കുണ്ടായാൽ അവന് എന്ത് പേരിടും? അവന് പേരിടണം. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു നറുക്കെടുത്താൽ. അത് നല്ല idea. ആകാശമിട്ടായി ഗംഭീരനായി. മോനെ ആകാശമിട്ടായി, മോനെ ആകാശമിട്ടായി. കൊള്ളാമല്ലോ. ആകാശമിട്ടായി കൊള്ളാം. എന്നാ ഞാൻ പോകട്ടെ. വെളുപ്പിന് പോകുന്നില്ലേ? പോകുന്നതിന് മുമ്പ് 4 ചോദ്യങ്ങൾ. അപ്പച്ചന് കൊടുക്കാനുള്ള വാടകയെല്ലാം കൊടുത്ത് തീർത്തോ? തീർത്തു. ഹോട്ടലുകാരൻ്റെ കടമെല്ലാം തീർത്തോ? തീർത്തു. വഴിച്ചെലവിന് കാശുണ്ടോ? ഉണ്ട്. ഒരു ഉപചോദ്യം, വഴിച്ചെലവിന് കാശ് എവിടെ നിന്നുണ്ടായി? അതിനെന്റെ റെസ്റ്റ് വാച്ചും സ്വർണ്ണമോതിരമൊക്കെ കിട്ടും. നല്ലത്. എല്ലാ കടങ്ങളും ഒക്കെ തീർത്ത സ്ഥിതിക്ക്, ബഹുമാനപ്പെട്ട കേശവൻ നായർ ഇനി ആരും സ്മരിക്കാനിടയില്ലാത്ത സ്ഥിതിക്ക് എല്ലാവിധ മംഗളങ്ങളും നേർന്നു കൊടുക്കുന്നു. സാറാമേ, ഇത് കൈ വെച്ചു അവിടെ ചെന്നിട്ട് തുറന്ന് നോക്കിയാൽ മതിയേ. പോകുന്നതിന് മുമ്പ് സാറാമേ എന്തെടുക്കുകയാണെന്ന് നോക്കട്ടെ. ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത്?
കത്ത് വായിച്ചിട്ടല്ല. ആട്ടെ, ഞാൻ തന്നെ കവർ ചെയ്തു. ഇരിക്കൂ. തുറന്നു നോക്കൂ. എനിക്ക് 5 മാസമായി തന്ന ശമ്പളമാണ്. ഇതുകൊണ്ട് ഒരു മാറ്റം മുതലും വാങ്ങിച്ചു. ഞാൻ തന്നെയാകുന്നു പ്രേമലേഖൻ. വായിച്ചോ. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവന തീക്ഷ്ണവും പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അശ്ലഭ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ്. സാറാമ്മയോ ഗാഠമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. ഒന്നും പൊളിഞ്ഞില്ലായിരുന്നു കേട്ടോ.